യുഎഇയിൽ ബുധനാഴ്ച മുതൽ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വിദഗ്ധർ അറിയിച്ചു. കാലാവസ്ഥ മോശമാകുന്നതിനാൽ പ്രത്യേകം ജാഗ്രതയും പാലിക്കണം. യുഎഇയിൽ ബുധനാഴ്ച മുതൽ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതായും പറയുന്നുണ്ട്. കാലാവസ്ഥ മോശമാകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. യുഎഇയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചില സമയങ്ങളിൽ നേരിയ പൊടിക്കാറ്റുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടലിന് മുകളിൽ നേരിയതോ മിതമായതോ ആയ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇത് കരയിൽ പൊടിക്കാറ്റിന് കാരണമാവുകയും ദൂരക്കാഴ്ച കുറയ്ക്കുകയും ചെയ്യും. മണിക്കൂറിൽ 1530 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് പ്രതീക്ഷിക്കാം. പരമാവധി വേഗം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ എത്തും. ഒമാൻ കടലിലും അറേബ്യൻ ഗൾഫിലും കടൽ പ്രക്ഷുബ്ധമായിരിക്കും. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് പരമാവധി താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ എമിറേറ്റുകളിൽ ഏറ്റവും കുറഞ്ഞ താപനില യഥാക്രമം 22, 21, 19 എന്നിങ്ങനെയായിരിക്കും. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഷാർജയിലായിരുന്നു. ഉച്ചയ്ക്ക് 1:30 കൽബയിൽ 36.2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും ചെയ്തിരുന്നു. ഒമാൻ കടലിലും തിരമാലകൾ ഉയർന്നേക്കാമെന്ന വാർത്ത കൂടിയുണ്ട്. ചില പ്രദേശങ്ങളിൽ ഈർപ്പത്തിന്റെ അളവ് 85% വരെ ഉയർന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. വ്യാഴാഴ്ചയോടെ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നും വെള്ളിയാഴ്ച തീരപ്രദേശങ്ങളിൽ വീണ്ടും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നുണ്ട്. ശനിയാഴ്ചയോടെ കാലാവസ്ഥ സാധാരണ നിലയിലേക്കാകുകയും താപനില ക്രമാനുഗതമായി വർദ്ധിക്കുകയും ചെയ്യും. എങ്കിലും ഞായറാഴ്ച ദിവസം പുലർച്ചെ തീരദേശങ്ങളിൽ മൂടൽമഞ്ഞും അനുഭവപ്പെട്ടേക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.